ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കൊരു പുതിയ ട്രിക്സ് പഠിക്കാം. ഒരു ബ്ലൗസിനും ചുരിദാറിനൊക്കെ തയ്ക്കാൻ ആവശ്യമുള്ള ക്രോസ് പീസ് എങ്ങനെ വെട്ടിയെടുക്കാം എന്നുള്ളതാണ്. പൈപ്പിംഗ് പിടിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള തുണികളൊക്കെ നമുക്ക് വീട്ടിലധികം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. പല കളറിലുള്ള മെറ്റീരിയലാണ്. ഇതുപോലെ തുണി എടുത്ത് അതിൻ്റെ ഒരു സ്കെയില് എടുത്ത് വെച്ച് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം വെക്കാൻ. ക്രോസ് ഒരു മൂലയിൽ നിന്ന് തുടങ്ങി അങ്ങനെ മടക്കി അതിൻ്റെ എഡ്ജ് വരെ എത്ര തുണി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് അത്ര കിട്ടിയതിന് ശേഷം ആ സ്കെയില് ആ തുണിയിൽ നിന്ന് ഊരിയെടുക്കുക. കണ്ടല്ലോ, അങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാർട്ടൂൺ എടുത്ത് നമുക്കിപ്പോൾ എത്ര വീതിയിലുള്ളതായ ക്രോസ് പീസാണ് വേണ്ടേ, അത്രയും വീതിക്കുള്ളൊരു കാർട്ടൂൺ എടുക്കണം. ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. 2 ഇഞ്ച് വേണ്ടിയതിന് 2 ഇഞ്ച് എടുക്കാം. 1 ഇഞ്ച് മതി, 1 ഇഞ്ച് മതി. 1.5 മതി സാധാരണ ഒരു പൈപ്പിങ് ഈ ചുരിദാറിനൊക്കെ വെക്കാനായിട്ട്, അല്ലെങ്കിൽ നൈറ്റിയുടെ നെക്കിന് അങ്ങനെയൊക്കെ വെക്കാനായിട്ട് 1.5 ഇഞ്ച് മാത്രം മതി, വീതിയുള്ള കാർട്ടൂൺ മതി. അതിങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ അതിലിങ്ങനെ വരച്ച് ഒരറ്റത്തു നിന്ന് ഇങ്ങനെ അങ്ങേയറ്റം വരെ ഫുള്ളായിട്ട് നമ്മൾ ഉള്ള തുണിയിൽ വരയ്ക്കണം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടാണ്, കാരണം ഒരുപാട് ലേയേഴ്സ് ഉള്ളതുകൊണ്ട് നല്ല മൂർച്ചയുള്ള കത്തിയിൽ നമ്മുടെ കൈക്ക് പണി കിട്ടും. അപ്പം എൻ്റെ സീസണിന് അത്രയും മൂർച്ചയില്ലാത്തതാണ്, ഒത്തിരി ബുദ്ധിമുട്ടിയാണ് കട്ട് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ അങ്ങ് അറ്റം മുതൽ ഇങ്ങേറ്റം വരെ 1.5 ഇഞ്ച് വീതിക്ക് നമ്മൾ എല്ലാ ഒരു 15 പോർഷനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 15 പീസ്. അപ്പം നമ്മളിങ്ങനെ വെട്ടിയെടുത്തു. ആ വെട്ടിയെടുത്താണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ. എൻ്റെ കത്രിക മൂർച്ചയില്ലാത്തതിന് അത്ര നല്ല ഭംഗിക്കല്ല വെട്ടി വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഓരോ ക്രോസ് പീസും തമ്മിൽ ജോയിൻ ചെയ്യും. വേണമെങ്കിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതേ ഒത്തിരി നീളത്തിലുള്ള ക്രോസ് പീസുകൾ ഇതിനിടയ്ക്കുണ്ടേ. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാനായിട്ട് ഇതുപോലുള്ള പൈപ്പിങ്ങിനുള്ള ത്രെഡ് നമുക്ക് കിട്ടും. ക്രാഫ്റ്റ് കടയിൽ കിട്ടും. 2 സൈസിലുള്ള ത്രെഡ് എൻ്റെ കയ്യിലുണ്ട്. ഇച്ചിരി വീതിയുള്ള, അത് നൈറ്റിക്കൊക്കെ തയ്ക്കാനായിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറുതാണ്, കനം കുറഞ്ഞത് ചുരിദാറിൻ്റെ കഴുത്തിനൊക്കെ വെക്കാനായിട്ടാണ്. നമുക്ക് ചുള്ളാരെ ഫ്രോക്കിനൊക്കെ. പിന്നെ നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു 1 സൈഡ് പ്രഷർ ഫുഡാണ് വേണ്ടത്. നമ്മൾ ഈ ക്രോസ് പീസ് രണ്ട് തുണി എടുത്തിട്ട് നമ്മളിങ്ങനെ ക്രോസായി വെക്കുകയാണ്. എനിക്കിത് ഇങ്ങനെ തയ്ച്ചാൽ പലപ്പോഴും ശരിയാകത്തേ ഇല്ല. ഞാനപ്പം വേറൊരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിപ്പം തയ്ച്ച് കാണിക്കാം. പക്ഷേ പലപ്പോഴും ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ അത് ഒന്നി കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പം ഞാൻ അതിന് ഇങ്ങനെ തയ്ക്കാറില്ല. പകരം അത് ഒരു 40 ഡിഗ്രി 90 അങ്ങോട്ട് ഡിഗ്രിയിൽ അങ്ങോട്ട് വെച്ചാൽ തയ്ച്ചാൽ ശരിയാകും. പക്ഷേ ഞാൻ ഒരിക്കലും തയ്ക്കുമ്പോൾ അങ്ങനെ ശരിയാകത്തില്ല. ഇച്ചിരി സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇത് കണ്ട് സ്വല്പം വ്യത്യാസം വരുന്നുണ്ടോ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ക്രോസ് പീസുകൾ തമ്മിൽ ഒരേപോലെ എടുത്തു വെക്കും. ഇതിന് എല്ലാം ഒന്നായിട്ട് എടുത്തു വെച്ചതിന് ശേഷം ആ കോൺ പോലെയൊക്കെ ഇരിക്കുന്ന ഭാഗം അങ്ങ് വെട്ടി കണ്ടിച്ച് കളഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് പീസ് പോലെ ആക്കും. കണ്ട സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് ഞാനങ്ങ് ഒരു 1/4 ഇഞ്ച് വീതിയിട്ട് അങ്ങ് ജോയിൻ ചെയ്യും. അപ്പം ഒന്നും പേടിക്കാനില്ല, ഒരു ഏറ്റക്കുറച്ചിൽ ഒന്നും വരികയില്ല. 2 ഈക്വലായിട്ട് കണ്ട ഇതേപോലെയൊക്കെ ഇരിക്കും. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പോൾ ഇനി ഇതിനാവശ്യമുള്ളത് 1 സൈഡ് പ്രഷർ ഫുഡാണ്. നമുക്ക് ഈ ത്രെഡൊക്കെ പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതായ ത്രെഡ് അതിനകത്ത് അറ്റാച്ച് ചെയ്യാനായിട്ട്, അത് നമ്മളിങ്ങനെ തയ്ച്ച് വെക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ആദ്യം ഒന്ന് കെട്ടിടണം അല്ലെങ്കിൽ നമ്മൾ ഈ വലിക്കും തോറും അതിൻ്റെ ഭാഗങ്ങളിങ്ങനെ ഊരി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ആദ്യം ആ ത്രെഡെ കൂട്ടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. 2-3 സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് അടിച്ച് ഇടുക. അപ്പോൾ അത് ഊരിപ്പോരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചിലപ്പോൾ അതിനകത്തുനിന്ന് ഈ ത്രെഡിങ് ഊരിപ്പോരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ തയ്ച്ച് വെക്കും. തയ്ച്ചതിന് ശേഷം നമുക്ക് എത്ര വീതി അത് 2ആയിട്ട് മടക്കി തയ്ക്കുന്നവരുണ്ടാകും. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല.
ഞാൻ സ്വല്പം 1.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് മാത്രമേ തയ്ക്കാറുള്ളൂ, മടക്കി തയ്ക്കാറുള്ളേ. ബാക്കി ഭാഗം അപ്പം നമ്മളവ 1 സൈഡ് പ്രഷർ ഫുഡ് ഇട്ടിരിക്കുകയാണ്. പൈപ്പിങ് തയ്ക്കുന്ന പ്രഷർ ഫുഡ് നമുക്ക് പ്രത്യേകം വാങ്ങാൻ കിട്ടും. റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. ജനോമീഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് നടുവിൽ 2 സൈഡിലും ഈ സിപ്പർ ഫുഡ് പോലുള്ളതൊക്കെ കിട്ടും. അത് വെച്ചൊക്കെ ഇത് തയ്ച്ചെടുക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ചോളം മടക്കി. അപ്പോൾ 1.5 ഇഞ്ചാണല്ലോ നമുക്ക് ഈ പൈപ്പിങ്ങിൻ്റെ വീതി വന്നിരിക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെ നല്ല മനോഹരമായി. നമുക്കിങ്ങനെ പ്ലെയിനായിട്ടുള്ള തുണിയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇത്രയും ത്രെഡ് 50 ഒരു വലിയൊരു ബോൾ പോലെ ഞാൻ തയ്ച്ച് തീർന്നതാണ്. അതിന് 50 രൂപയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള കളറ് എടുത്തു വെച്ച് ഇതെല്ലാം തയ്ച്ച് ഇങ്ങനെ പൈപ്പിംഗ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഏതെങ്കിലും ഒരു റോളറേലോ അല്ലെങ്കിൽ ഒരു സ്കെയിലിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചുറ്റി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ഗോൾഡൻ കളർ തുണികൾ, ബ്ലാക്ക് കളറിലുള്ളതായ തുണികളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ക്രോസ് പീസ് വെട്ടിയിട്ട് നമ്മൾ പൈപ്പിങ്ങിന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്കത് നൈറ്റിയിലൊക്കെ കഴുത്തിനുമൊക്കെ ചുരിദാറിനും പിള്ളേരുടെ ഫ്രോക്കിന് അപ്പം നമ്മൾ ഈ ചുരിദാറിൻ്റെ അടിഭാഗത്തൊക്കെ ചേർത്ത് പൈപ്പിങ് വെക്കുമല്ലോ, അതിങ്ങനെ ഉണ്ടെങ്കിൽ റെഡി ആയിട്ട് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും തയ്ക്കാനായിട്ട്. കണ്ടോ, ഇപ്പം നമ്മൾ ഒരു ഭാഗം വീതി കൂടുതലായിരുന്നല്ലോ, നമ്മളിതുപോലെ എടുത്ത് ചുരുട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് കൂട്ടുകാർക്ക് കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.